ഇനി തിരുവനന്തപുരത്തേക്ക് റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു. റിനു, തിരുവനന്തപുരം വിമാനത്താവളത്തിലെ അവസ്ഥ എന്താണ്? 1000-ലധികം ഇൻഡിഗോ സർവീസ് റദ്ദാക്കിയ സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ചില വിമാനങ്ങൾ റദ്ദാക്കിയെന്ന വാർത്ത വരുന്നുണ്ടല്ലോ, കൂടുതൽ വിവരങ്ങൾ. കൊച്ചിക്ക് സമാനം തന്നെയാണ് തിരുവനന്തപുരവും. ഇന്നലെ 8 സർവീസുകളാണ് തിരുവനന്തപുരത്ത് നിന്ന് റദ്ദാക്കിയിരുന്നതെങ്കിൽ ഇന്ന് അത് 10ലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുറപ്പെടേണ്ടുന്ന 6 സർവീസുകളും തിരികെ എത്തേണ്ടുന്ന 4 സർവീസുകളും റദ്ദു ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പരീക്ഷ എഴുതേണ്ടുന്നവർ, ജോലിക്ക് പ്രവേശിക്കേണ്ടുന്നവർ, അതുപോലെ തന്നെ ചികിത്സയ്ക്ക് പോകുന്നവർ, ഇങ്ങനെ ഒട്ടനവധി പേരാണ് രാവിലെ മുതൽ വിമാനത്താവളത്തിലെത്തി ഇവർക്ക് യാത്ര മുടങ്ങി വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുന്നത്. അയ്യപ്പ ഭക്തരാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചെന്നൈയിലേക്കും ബോംബെയിലേക്കും അതുപോലെ തന്നെ ബാംഗ്ലൂരിലേക്ക് അടക്കം പോകേണ്ടുന്ന വിമാനങ്ങളാണ് റദ്ദു ചെയ്തിരിക്കുന്നത്. ഇവർ പകരം സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിലും ഒരു ഉറപ്പില്ല, വ്യക്തതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തിങ്കളാഴ്ചത്തേക്ക് അത് മാറ്റി ഷെഡ്യൂൾ ചെയ്യാമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ ഒരു ഉറപ്പ് നൽകുവാൻ വേണ്ടി അധികൃതർക്കാകുന്നില്ല. ഈ ഇൻഡിഗോയുടെ ഓഫീസിലടക്കം അയ്യപ്പ ഭക്തരടക്കം എത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ രാവിലെ കണ്ടതുമാണ്. വന്നവരൊക്കെ തന്നെ തിരികെ മടങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. രാവിലത്തെ ഷാർജ വിമാനം തന്നെ ഏകദേശം 2-3 മണിക്കൂർ വൈകി പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ടിക്കറ്റ് നിരക്കിലും വലിയ വർധനവ് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർക്കൊരു മെസ്സേജ് ആയിട്ട് പോലും ഈ വിമാനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ്. വിമാനത്താവളത്തിൽ കാരണം ഈ 9 മണിക്ക് പുറപ്പെടേണ്ടുന്നവർ 6 മണി 6:30 വിമാനത്താവളത്തിൽ എത്തണമെന്നുള്ളതാണ്. അങ്ങനെ പുലർച്ചെ തന്നെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം. അങ്ങനെ എത്തി അന്വേഷിക്കുമ്പോഴാണ് റദ്ദാക്കിയ വിവരം അറിയിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒരു അറിയിപ്പ് ഇവർക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ ടിക്കറ്റ് ഇതിൻ്റെ കൂലിയൊക്കെ അല്ലെങ്കിൽ രൂപയൊക്കെ തന്നെ ചാർജൊക്കെ തന്നെ തിരികെ നൽകാമെന്നവർ പറയുന്നുണ്ട്. അത് എത്രമാത്രം നൽകാൻ കഴിയുമെന്നുള്ള ഒരു ആശങ്ക കൂടി ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഡൊമസ്റ്റിക് അതുപോലെ തന്നെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 10 സർവീസുകളെയാണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.